പാളിയ പദ്ധതികൾ, പാഴായ കോടികൾ. ചിറ്റൂരിന്റെ MLA കൂടിയായ മന്ത്രി കൃഷി വകുപ്പ് കൈവശം കിട്ടിയപ്പോൾ സ്വന്തം നാട്ടിലെ കർഷകർക്ക് നൽകിയതെന്ത്? പാളിയ പദ്ധതികൾ, പാഴായ കോടികൾ. അയാളൊരു നല്ല മനുഷ്യനാണ്. എന്താ വെച്ചാൽ LDFിൻ്റെ ആളുകളാണ് 8 ലക്ഷം ഹെക്ടറിലുള്ള സാധനം 1.5 ലക്ഷം ഹെക്ടറായി താന്നു. അതുകൊണ്ട് നീർത്തട ഉണ്ടാക്കണം, നീർത്തട സംരക്ഷണം. അതുപോലെ തന്നെ എന്താണ് തണ്ണീർത്തട നിയമം കൊണ്ടുപോകണം. നെൽകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും ഇത് ചെയ്യാൻ പാടില്ല. മൂപ്പരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേറെ പല വഴിക്കും പൈസയൊക്കെ വരുമല്ലോ. വെള്ളം അയാൾക്കൊരു വീക്ക്നെസ്സാണ്. കൊക്കക്കോലയ്ക്ക് വെള്ളം പണ്ട് കൊടുത്തു. ഇത്തരത്തിലുള്ള പൈസ കിട്ടുന്നത് കൊണ്ട് നെൽകൃഷിയൊക്കെ വാങ്ങി നല്ല തോട്ടം ഉണ്ടാക്കും, സബ്സിഡി വാങ്ങും. ഇയാളുടെ അച്ഛൻ ഒരുപാട് നെൽകൃഷി നടത്തിയ ആളാണ്. അപ്പം നമ്മളൊക്കെ ഇയാളെ ആ രീതിയിലാണ് കാണുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ല. അതുകൊണ്ട് ഒന്ന് ചെയ്യും, നെല്ല് കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ പൊട്ടന്മാരാണെന്ന് അവരെ ക്ലാസ് എടുത്ത് ഒരു വഴിക്കാക്കും. അത് പ്രാന്തന്മാരാണല്ലോ അവിടെ ഇരിക്കുന്നത്. കൂടെയുള്ളവരൊക്കെ പ്രാന്തന്മാരാണല്ലോ. അവർ ഈ കൃഷിയൊന്നും കണ്ടിട്ടില്ലല്ലോ. സർക്കാർ പൈസ കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിച്ചിട്ടുണ്ടാവും. മില്ലുകാർക്ക് കൊടുക്കാനില്ല പൈസ. മില്ലുകാർക്ക് കൊടുക്കാണ്ട് കൊടുത്താണെങ്കിൽ മില്ലുകാരെ കൊണ്ട് സർക്കാരിന് ബാർഗിൻ ചെയ്യാൻ പറ്റും. അത് മില്ലുകാർക്ക് പൈസ കൊടുക്കില്ല, അവിടെ കൊടുക്കുക. മില്ലുകാർക്ക് കൊടുക്കണമെങ്കിൽ കണക്കുകൾ കൊടുത്താലല്ലേ മേലെന്ന് കിട്ടാനുള്ളത് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ സർക്കാരിന് ബാക്കിയുള്ളതിനൊക്കെ അവകാശം ഉണ്ടല്ലോ. പാളിയ പദ്ധതികൾ, പാഴായ കോടികൾ.